ഭാവാഭിനയത്തിന് പ്രാധാന്യമുള്ള നാടോടി നൃത്ത മത്സരത്തിൽ പാട്ടിനും കഥയ്ക്കുമെല്ലാം ഒരേ കെട്ടും മട്ടുമാണ്. ചടുലമായ ചുവടുകളും വേദി നിറഞ്ഞുള്ള പ്രകടനവും പ്രധാനമെങ്കിലും ഭാവാഭിനയം കൊണ്ട് മാത്രം വിധികർത്താക്കളെ സ്വാധീനിക്കാമെന്ന ധാരണയാണ് ആവർത്തന വിരസതയുണ്ടാക്കിയത്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികൾക്കുള്ള നാടോടി നൃത്ത മത്സരം ഉടൻ തന്നെ വേദി 4-ൽ ആരംഭിക്കുന്നതാണ്. നാടോടി നൃത്തത്തിന്റെ പാട്ടിനും അതിലെ കഥാസന്ദർഭങ്ങൾക്കും കൊല്ലത്തും ഒരു മാറ്റവുമില്ല. കുറവനും കുറത്തിയും പാണനും പറയും അടിയാള ദുരന്തത്തിന്റെ കഥനങ്ങൾ പാടി ചുവടുവെക്കും. ചിലരെങ്കിലും കരുതുന്നത് ദുരന്തത്തിൽ തീരുന്നതാണ് നാടോടി നൃത്തത്തിന്റെ ശൈലി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ദുരന്തഗാനങ്ങൾ മാത്രമാണ് നാടോടി നൃത്തത്തിൽ നിന്ന് പറഞ്ഞത് ശരിയല്ല. പക്ഷെ ഒരു 90% ഒരു ദുരന്തങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അഭിനയത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് അഭിനയിക്കാൻ എളുപ്പമുള്ള ശോകാന്ത കഥകൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്നു. നവരസങ്ങൾ എപ്പോഴും മാറി മറിഞ്ഞാൽ മാത്രമാണ് വിധികർത്താക്കൾക്ക് അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുള്ളൂ. സങ്കടമാണ് പെട്ടെന്ന് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇമോഷനാണല്ലോ ഏറ്റവും കൂടുതൽ, മെലഡി ആണല്ലോ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സോങ് എന്ന് പറഞ്ഞ പോലെ തന്നെ സങ്കടം തന്നെയാണ്. ആ ഐറ്റം കഴിയുമ്പോൾ ജഡ്ജസിന്റെ മനസ്സിൽ നിൽക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. വിധികർത്താക്കളുടെ കണ്ണു നിറയുന്ന കഥ വേണമെന്നാണ് ചിലർക്ക്. ശാസ്ത്രീയ നൃത്തം അഭ്യസിക്കുന്നവർക്ക് പോലും നാടോടി നൃത്തത്തിന്റെ ഭാവതാളാദികൾ ആവാഹിക്കുക പ്രയാസമാണ്. ഞാനൊരു അമ്മയുടെ കഥാപാത്രമാണ് ചെയ്ത അടിയാത്തിയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഒരാൾ മരിക്കണം, അടിയാത്തികൾക്ക്. അങ്ങനെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. സംഭവം സതുദ്ദേശപരമെങ്കിലും കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ആവർത്തിക്കുന്നതും സമകാലിക വിഷയങ്ങൾ ഉൾക്കൊള്ളാത്തതും നാടോടി നൃത്ത മത്സരങ്ങളെ വിരസമാക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.